ഞാൻ സ്ഥാനാർത്ഥി പവേർഡ് ബൈ എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജുവലേഴ്സ്. കൊല്ലം മണ്ഡലത്തിന്റെ വികസനത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് തനിക്കെതിരെ പറഞ്ഞു നടക്കുന്നവർ മുകേഷ് ചെയ്തുവെച്ചവ മറക്കാൻ ഹിമാലയൻ ടാസ്ക് വേണ്ടിവരുമെന്നും കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി എം മുകേഷ് പറഞ്ഞു. വെൽസെഡിനേക്കാൾ മുകളിലാണ് വെൽ ഡൺ എന്നും മുകേഷ് പറഞ്ഞു. കൊല്ലത്തെ ചൂട് സഹിക്കാവുന്നതിനപ്പുറമാണ്. പക്ഷേ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചൂട് അത് ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. കൊല്ലത്ത് ഇടതുപക്ഷത്തിനായി കളത്തിലിറങ്ങി വയ്ക്കുന്നത് എം മുകേഷാണ്. എം മുകേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആകെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയൊക്കെ വന്നിരിക്കുന്നു. ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. പ്രചരണത്തിൽ ആദ്യഘട്ടത്തിൽ എം മുകേഷ് തന്നെ ഇടത് സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. മണ്ഡലത്തിൽ നിന്നും നിയമസഭാ മണ്ഡലത്തിൽ നിന്നും പുറത്ത് കൊല്ലത്തേക്ക് ഇറങ്ങിയപ്പോൾ എങ്ങനെ തോന്നുന്നു? അല്ല, അത് സ്നേഹം കൂടുതലുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2.5 കൊല്ലമായിട്ട് കൊല്ലം മണ്ഡലത്തിൽ മാത്രമാണല്ലോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പുറത്തോട്ട് പോയപ്പോഴാണ് അറിയുന്നത് കൊല്ലം എന്ന് പറഞ്ഞ ഒരു വികാരം ഉള്ള സ്ഥലത്തെല്ലാം തന്നെ ഭയങ്കര സ്നേഹവും ആവേശവും ഒക്കെയാണ്. അമ്മമാരും സഹോദരിമാരും ഒക്കെ കാത്തുനിന്ന് ഷേക്ക് ഹാൻഡ് തരുമ്പോഴും അവർ നമ്മളെ ഷാൾ അണിയിക്കുമ്പോഴും ഒക്കെ കോരിച്ചെരിയുന്ന സ്നേഹം തന്നെയാണ്. അതിനകത്ത് കാബഡ്ഡിയൊന്നുമില്ല. കബഡി ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും, പക്ഷേ അതിനകത്ത് പൂർണ്ണമായ സ്നേഹമാണ്. ഏറ്റവും കൂടുതൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് പുനലൂരിലാണ്. ആ പുനലൂരിലേക്ക് വന്നിറങ്ങിയപ്പോൾ കിട്ടിയൊരു സ്വീകരണം ഒരു വല്ലാത്ത ഒരു സ്വീകരണമായിരുന്നു. കാരണം അത്രയ്ക്ക് ജനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാം ഘട്ട പര്യടനം കിഴക്കൻ മേഖലയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകിച്ചൊരു സെലിബ്രിറ്റി കൂടിയാണ്. അപ്പം ഇവിടുത്തുകാർക്ക് MLA ആണ്. പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഒരു സിനിമാ നടനാണ്. എന്നും TV യിലൂടെ അവർ കാണുന്ന പല പരിപാടികളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നടൻ, സിനിമാ നടനായ മുകേഷ് കൂടിയാണ് ഇറങ്ങിച്ച് അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നത്. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം സിനിമയുടെ ക്രേസ് ഉണ്ട്, അല്ലെങ്കിൽ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് കൊല്ലം മണ്ഡലത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പഴയ പോലൊന്നുമല്ല. എല്ലാവർക്കും എല്ലാം അറിയാം. ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അവരറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു MP ആയി വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുമെന്നുള്ളത് ഭയങ്കരമായ അവരെ ഒരു ആവേശം കൊള്ളിക്കുന്നുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ ഇതിലും ഞങ്ങളിങ്ങനെ എത്രയോ കൊല്ലമായിട്ട് ഇതേപോലെയാണ്. ഒരു മുന്നേറ്റമില്ല. അപ്പം ഒരു MP-ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ ഒരു ആവേശമുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം LDF-നെ പോലെ ആ തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു റെമഡി കണ്ടെത്താൻ വേറൊരു കക്ഷിക്കും സാധ്യമല്ല തൽക്കാലം കേരളത്തിൽ. അങ്ങ് ഈ പറഞ്ഞതുപോലെ തന്നെ, അതായത് കൊല്ലത്ത് എന്ന് പറയുമ്പോൾ ഒരു MLA 1700 കോടിയിലധികം രൂപയുടെ വികസനം, ആ വികസനമാണ് കൊല്ലം മണ്ഡലത്തിൽ നടപ്പാക്കിയത്. ആ മണ്ഡലത്തിൻ്റെ അത് തന്നെയാണ് അങ്ങ് പലയിടത്തും ഉയർത്തിക്കാട്ടുന്നത്. മണ്ഡലത്തിൻ്റെ വികസനം ഒന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മണ്ഡലത്തിലെ വികസനത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഈ അൾട്ടിമേറ്റ്ലി വികസനം തന്നെയാണ്. വികസനമില്ലെങ്കിൽ നമുക്കറിയാം, ഓരോ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. എൻ്റെ തുടക്കകാലത്ത് ചോദിച്ച ചോദ്യങ്ങളുടെയൊക്കെ ഒരു 2 or 3 പഠിപ്പിച്ച് വിട്ട ചില ആൾക്കാർ, അതും അവർ ചെയ്ത കാര്യങ്ങൾ അറിയാതെ ഇതെൻ്റെ ജോലിയാണ്, ഞാൻ ഏത് സ്ഥാനാർത്ഥി വന്നാലും ഇത് ചോദിച്ചിരിക്കണം, പ്രത്യേകിച്ചും എൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള രാഷ്ട്രീയമാണെങ്കിൽ ചോദിച്ചേ വിടാവൂ എന്നൊക്കെ പറഞ്ഞ ക്ലീഷയായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തമായി നമുക്ക് മറുപടി പറയാം. നിങ്ങൾ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? മക്കൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞോളൂ ഇന്ന സ്കൂളിലാണ്. ആ സ്കൂള് 7.5 കൊല്ലം മുമ്പുള്ള പോലത്തെ സ്കൂളാണോ? അല്ല, അത് മാറി. ഞാൻ പറഞ്ഞു മാറിയെന്നല്ല, അതിന് ഹൈടെക് എന്ന് പറയും. ലോകത്തുള്ള ഏത് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ട് കിടപിടിക്കത്തക്ക തരത്തിലുള്ള വിദ്യാഭ്യാസം ഈ കൊച്ചു കേരളത്തിൽ, അതും കൊല്ലത്ത്, അതും 3 പ്രധാനപ്പെട്ട സ്കൂളുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റി. ബാക്കി സ്കൂളുകളിലൊക്കെ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള വികസനം തന്നെയാണ് പ്രധാനം. വികസനമില്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ ചെയ്യുമെന്നുള്ളതല്ല, ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. അത് കണ്ട് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് പറഞ്ഞ ഈ തൊട്ട് കാണിക്കാൻ കഴിയുന്ന വികസനങ്ങൾ ഓരോരുത്തടത്തും അങ്ങക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ എതിർ സ്ഥാനാർത്ഥി പറയുന്ന അങ്ങനെയല്ല, തൊട്ട് കാണിക്കാനല്ല, എൻ്റെ വികസനങ്ങൾ തൊട്ട് കാണിക്കാനുള്ളതല്ല, കാണിച്ചു തരാൻ കാണുന്നിടത്തെല്ലാം എൻ്റെ വികസനങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വികസനം അത് പറയണം എന്തൊക്കെയാണ്.
അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഇന്ന് തന്നെ പല ചാനൽസിലും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വികസനം നടത്തിയില്ല എന്ന് പറയുന്നവർ ഒരു വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ് എടുത്തിരിക്കുന്നത്. സാംസ്കാരിക സമുച്ചയം മായ്ച്ചു കളയണം, പിന്നെ ബ്രേക്ക് വാട്ടർ ടൂറിസം മായ്ച്ചു കളയണം, പാലങ്ങൾ മായ്ച്ചു കളയണം, റോഡുകൾ മായ്ച്ചു കളയണം, ഓപ്പൺ യൂണിവേഴ്സിറ്റി മായ്ച്ചു കളയണം, ആശാൻ സ്മാരകം പുനർജനി മായ്ച്ചു കളയണം, ചിൽഡ്രൻസ് പാർക്ക് മായ്ച്ചു കളയണം, സ്കൂളുകൾ മായ്ച്ചു കളയണം, കൊല്ലം ആശുപത്രി 144 കോടിയുടെ തറക്കല്ലിട്ടത് മായ്ച്ചു കളയണം. അങ്ങനെ ഈ ഇലക്ഷന് മുമ്പ് മായ്ക്കാൻ മാത്രമേ ഇവർക്ക് സമയം കിട്ടത്തുള്ളൂ. മറ്റുള്ളത് അതാണ് ശരിക്കുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. അയാൾ അത്രയാണോ? ഞാനിത് പറയാം, അതാണ് പറയേണ്ടത്. അതല്ല ഇത് വെല്ലുവിളിക്കുന്നു, അതല്ല, അതിനകത്തുള്ള കാര്യമില്ല. അത് നടന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ബെനിഫിറ്റ്, ആ സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ ജനങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു. അത് വിട്ടുകളാ, അത് വേണ്ട, അത് തെറ്റായി പോയെന്ന് പറയുന്നതല്ല. ഞാനിത് ചെയ്തു കാണിക്കുകയും നമുക്ക് സന്തോഷമാണ്. കൊല്ലത്തല്ലേ, അൾട്ടിമേറ്റ്ലി ആര് ചെയ്താലും കൊല്ലത്തിൻ്റെ ആൾക്കാർക്ക് അതുകൊണ്ട് സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. തുറന്ന സംവാദത്തിന് തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇത്തരത്തിൽ പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ എങ്ങനെയാണ്? അല്ല, അതവർ രാഷ്ട്രീയമായിട്ട് അവരുടെ ജോലിയാണത്. അവിടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും, തുറന്ന സംവാദത്തിന് ക്ഷണിച്ചോ, വെല്ലുവിളിച്ചോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. നമുക്കിപ്പം ഉള്ള കാര്യങ്ങൾ കയ്യിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് വീണ്ടും അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങുന്നത് ശരിയല്ല. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുക്കാം. അല്ലാതെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ജോലി ഈ ആൾക്കാരിലെല്ലാം കാണുന്ന ഈ ഇലക്ഷൻ സമയത്ത് ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിയിലുമൊക്കെ പോകുന്നതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര സംവാദം, ഈ കുറേ സംവാദം ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയും, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. സംവാദം ഇങ്ങനെ 4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ജയിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹം പോകും, ഞാൻ ജയിച്ചെന്ന് പറഞ്ഞ് ഞാൻ പോകും. നാട്ടുകാർ വീണ്ടും അയ്യോ ഇതെല്ലാം പഴയ പോലെ തന്നെയല്ലേ, ഇത് ഏതാണ് സത്യം ഏതാണ് കള്ളം, അതൊക്കെ പ്രഹസനങ്ങളാണ്, രാഷ്ട്രീയ ഗിമ്മിക്കുകളാണ്. അൾട്ടിമേറ്റ്ലി പ്രവർത്തനം, നമ്മൾ പറഞ്ഞില്ലേ വെൽ സെഡ് എന്ന് പറയും. വെൽ സെഡ് നല്ലതാണ്, നല്ല സംസാരിച്ചു, നല്ല ഉറപ്പിച്ചു, വെൽ സെഡ്. അതിൻ്റെ എത്രയോ മുകളിലാണ് വെൽ ഡൺ. ചെയ്ത് കാണിച്ചു കൊടുക്കുക, സംസാരിച്ച് കാണിച്ചു കൊടുക്കുന്നതല്ല നമ്മുടെ രീതി. വെൽ ഡൺ ഈസ് ബെറ്റർ ദാൻ വെൽ സെഡ്. രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു ഘട്ടം കടന്നു കഴിഞ്ഞ ശേഷം? ഇനിയിപ്പം കുടുംബയോഗങ്ങളാണ്. ഇപ്പം 42 ദിവസം എങ്ങാണ്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കുടുംബയോഗങ്ങളിലാണ് കോൺസെൻട്രേഷൻ. കുടുംബയോഗങ്ങൾ തന്നെയാണ് സ്ട്രൈറ്റ് ആൾക്കാരെ നേരിട്ട് കണ്ട് മുഖാമുഖം കണ്ട് അവർക്ക് പറയാനുള്ളതും നമ്മൾക്ക് പറയാനുള്ളതും ഒക്കെ പറയുന്നത്. അങ്ങനെ കുറേ നാൾ പോയതിന് ശേഷം ടുവേർഡ്സ് എൻഡ് ആയിരിക്കും ശരിക്കും നമ്മൾ സ്വീകരണ പരിപാടികളിലേക്ക് പോകുന്നു. തീയതി പോയിരിക്കുന്നത് ഗുണമാകുമോ ദോഷകരമാകുമോ? ദോഷമായാലും ഗുണമായാലും എനിക്ക് ദോഷമായിട്ടാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ദിവസം നമ്മൾ ഭയങ്കര ടെക്നിക്കും ടാക്ടിക്സും ഒക്കെ വെച്ചിട്ട് ആ ദിവസങ്ങളിൽ അങ്ങനെ അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ വർക്ക് തന്നെ കുറച്ച് 3-4 ദിവസം മുമ്പായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചു തന്നെയായിരുന്നു. ഇപ്പം അതങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പ്ലാനിങ് മാറ്റുന്നു, അത്രേ ഉള്ളൂ. പരമാവധി ആളുകളെ ഒറ്റയ്ക്ക് കാണാനുള്ളൊരു സാഹചര്യം കൂടി ഇപ്പോൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് കാണാൻ അത് മോഹമാണ്. ഇത്രയും ലക്ഷം വോട്ടർമാരെ ഇത്രയും ചെറിയ ചെറിയ വഴികളിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലുമൊക്കെ പോയിട്ട് ഒരാൾ പോയി കണ്ട് കൂട്ടത്തോടെ നിൽക്കുന്ന സ്ഥലത്ത് നമുക്കിപ്പോൾ സംസാരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. വൺ ബൈ വൺ പോയി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് നഷ്ടപ്പെടും. എന്നാലും മാക്സിമം ശ്രമിക്കും. ലോക്സഭയിലേക്ക് എത്തിയാൽ കൊല്ലത്തിന് അങ്ങ് പരിഗണന കൊടുക്കുന്ന പ്രഥമ പരിഗണന എന്തായിരിക്കും? കൊല്ലത്തിന് ഏറ്റവും ആവശ്യമുള്ള എന്താണോ അതിന് പ്രഥമ പരിഗണന. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പൂർണ്ണ വിജയപ്രതീക്ഷയോടെ എം മുകേഷ് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. പ്രദീപ് വാളത്തുകളിലൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.